അക്കൗണ്ടിംഗ് പ്രാക്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബൾക്ക് ലോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വിവിധ ഏജൻസികളിൽ നിന്ന് ബൾക്ക് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ബൾക്ക് ലോൺ എമൗണ്ടുകൾ തനത് ഫണ്ടിൽ നിക്ഷേപിക്കുന്നവർ എങ്ങനെയാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച വീഡിയോയിൽ ബൾക്ക് ലോണിന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ആരംഭിച്ച് വരുന്ന എമൗണ്ടുകൾ അതിൽ നിക്ഷേപിക്കുകയും ബൾക്ക് ലോൺ തന്നിട്ടുള്ള ഏജൻസിക്ക് അതിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ തനത് ഫണ്ടിലേക്ക് ബൾക്ക് ലോൺ ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുത്തിയുള്ള അക്കൗണ്ടിംഗ് സംവിധാനത്തെക്കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൾക്ക് ലോൺ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊരു ലോൺ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. വേണ്ടിയിട്ട് ക്രിയേറ്റിൽ നിന്ന് ലെഡ്ജർ സെലക്ട് ചെയ്യുക. ബൾക്ക് ലോൺ ഫണ്ട് എന്ന് പേര് കൊടുക്കുക. ഇത് ലോൺ ലയബിലിറ്റി എന്ന ഹെഡിൽ കൊടുക്കണം. ലോൺ ലയബിലിറ്റി. ഈ ബൾക്ക് ലോൺ ഫണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുൻപും പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്ക് ബൾക്ക് എമൗണ്ട് കിട്ടുന്നത് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണേണ്ടതായിട്ടുണ്ട്. ആ ലയബിലിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബൾക്ക് ലോൺ ഫണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിലവിൽ ബൾക്ക് ലോൺ ബാലൻസ് ഉള്ളവർക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. അല്ല, പുതുതായിട്ട് ലോൺ എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്ത് എമൗണ്ട് വരുത്തിയാൽ മതിയാവും. നമുക്ക് സേവ് ചെയ്യാം. ഇനി നമ്മൾ പേൾ, PMFME, CF പോലെയുള്ള ലോൺ കൊടുത്ത സമയത്ത് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേൾ ലോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും PMFME എന്ന് പറയുന്ന ലോണിന് മറ്റൊരു ഗ്രൂപ്പ്, ഇങ്ങനെ ലോൺ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബൾക്ക് ലോണിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി ഗേറ്റ് വേ ടാലിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പിന് പേര് കൊടുക്കേണ്ടത് ബൾക്ക് ലോൺ അഡ്വാൻസ് എന്നാണ്. അണ്ടർ ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്സ് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവയെ സെലക്ട് ചെയ്ത് അവർക്ക് ഓരോ ഗ്രൂപ്പുകൾക്കും ഇൻഡിവിജ്വൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ലോൺ ബാലൻസ് അറിയേണ്ടതിനാൽ അവർ തിരിച്ചടയ്ക്കുന്ന ലോൺ എമൗണ്ടിൽ കുറവ് വരുത്തേണ്ടതുപോലെ രേഖകൾ ഉണ്ടാക്കി വെക്കേണ്ടതിനാൽ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ച് ഇത് രേഖപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഏതൊക്കെ കുടുംബശ്രീകൾക്കാണോ ബൾക്ക് ലോൺ ഉള്ളത് ആ കുടുംബശ്രീകളുടെ പേരിൽ ലോൺ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് കസ്തൂർബ എന്ന് പറയുന്ന കുടുംബശ്രീ, വാർഡ് 1 കസ്തൂർബ NG ലോൺ കൊടുക്കുകയാണ്. ഇതിന് നമുക്കൊരു രജിസ്റ്റർ ഉണ്ടാവും, അവരുടെ വ്യക്തിഗത രജിസ്റ്റർ, ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഉണ്ടാവും. അതിൻ്റെ പേജ് നമ്പർ കൂടെ ഇവിടെ ചേർത്തുകൊള്ളുക.
കസ്തൂർബ എനർജി വാർഡ് 1 പേജ് നമ്പർ 12. ഇവിടെ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ബൾക്ക് ലോൺ അഡ്വാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുക്കണം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവ് ആണെങ്കിൽ അത് ഓഫ് ചെയ്തേക്കണം. കോസ്റ്റ് സെൻറ്ററിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല. ഇത് ഓഫ് ചെയ്യുക. സേവ് ചെയ്യാണ്. നെക്സ്റ്റ് അശ്വതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അണ്ടർ ബൾക്ക് ലോൺ അഡ്വാൻസ് ഇവിടെയും മോർ ഡീറ്റെയിൽസ് നോക്കിയിട്ട് കോസ്റ്റ് സെൻറ്റർ ആണെന്ന് ഉറപ്പാക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത് ബൾക്ക് ലോണിൻ്റെ ഫണ്ട് വരുന്നതിന് വേണ്ടിയിട്ട്, ആ ലോൺ ലയബിലിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൾക്ക് ലോൺ ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് ചെയ്തത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത് ചെയ്തത് 2 കുടുംബശ്രീകൾക്ക് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബശ്രീകളെ കൂടി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഒരു ബൾക്ക് ലോൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഫണ്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക, റെസിപ്റ്റ് എടുക്കുക. റെസിപ്റ്റ് നമ്പർ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഫണ്ട് വരുമ്പോൾ റെസിപ്റ്റ് വരുമ്പോൾ നമ്പർ മാറ്റി കൊടുക്കാൻ പറ്റും. വരുന്നത് ഓൺ ഫണ്ടിലേക്കാണ്, തരുന്നത് ബൾക്ക് ലോൺ ഫണ്ടായിട്ടാണ്. 10 ലക്ഷം രൂപയാണ് നമ്മൾ എടുക്കുന്നത്. 10 ലക്ഷം രൂപ ബൾക്ക് ലോൺ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ചെക്ക് നമ്പർ ഡീറ്റെയിൽ കൊടുത്തിട്ട് ബാങ്ക് എല്ലാം കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഈ 10 ലക്ഷം രൂപ വന്നതിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം, എങ്ങനെ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്യുക, ഓൾട്ട് F1 പ്രസ് ചെയ്യുക. ഇവിടെ ബൾക്ക് ലോൺ ഫണ്ട് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി വന്നിട്ടുണ്ട്. അതിൽ 10 ലക്ഷം രൂപ ഉണ്ട്. ഇവിടെ കറണ്ട് അസറ്റിൽ ബാങ്ക് അക്കൗണ്ടിനകത്ത് 10 ലക്ഷം രൂപ കൂടിയിട്ടുണ്ട്. ഓൺ ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇപ്പോൾ വരവ് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ 10 ലക്ഷം രൂപ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ലോൺ ഫണ്ട് ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണോ അനുവദിച്ച് വന്നത് അവർക്ക് നമ്മൾ പിറ്റേ ദിവസം തന്നെ വീതിച്ച് കൊടുക്കുകയാണ്. ഡേറ്റ് ഒന്ന് മാറ്റുകയാണ്. പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്. കസ്തൂർബ എനർജിക്ക് 6 ലക്ഷം രൂപയും ഡീറ്റെയിൽ കൊടുത്ത് സേവ് ചെയ്യാം. അടുത്ത ഐശ്വര്യ എനർജിക്കാണ് ഓൺ ഫണ്ടിൽ നിന്നും അശ്വതി എനർജിക്കാണ് 4 ലക്ഷം രൂപ. രണ്ട് അയൽക്കൂട്ടങ്ങൾക്ക് ലോൺ നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്ത് ഡീറ്റെയിൽ എടുത്ത് നോക്കുക. ബൾക്ക് ലോൺ ഫണ്ട് 10 ലക്ഷം രൂപ അവിടെയുണ്ട്. ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട് ഓൺ ഫണ്ട് ബാലൻസ് 7,910 രൂപ മാത്രമേ ഉള്ളൂ. നേരത്തെ കിടന്ന 10 ലക്ഷം രൂപ പോയി. പകരം ഇവിടെ ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റിനകത്ത് എമൗണ്ട് കൂടിയിട്ടുണ്ട്. ബൾക്ക് ലോൺ അഡ്വാൻസിനകത്ത് 10 ലക്ഷം രൂപ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹെഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ള ഓരോ അയൽക്കൂട്ടത്തിനെയും കാണാൻ കഴിയും, അവരുടെ ബാലൻസും അറിയാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മാസം ഇവരുടെ തിരിച്ചടവ് വാങ്ങുകയാണ്. നമ്മളിതിൻ്റെ പലിശ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ലെഡ്ജറിൻ്റെ പേര് ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോൺ എന്നുള്ളത് കൊടുക്കുക. അണ്ടർ ഇത് നമുക്ക് ഇൻകമാണ്, CDSൻ്റെ ഇൻകമാണ് ഇൻട്രസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. മുഴുവൻ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻകം അല്ല എങ്കിൽ തന്നെയും ഇൻട്രസ്റ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾക്ക് തനത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻകമായിട്ട് കാണിക്കുക.
ടൈപ്പ് ഓഫ് ലെഡ്ജർ ഒന്നുമില്ല, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, കോസ്റ്റ് സെൻറ്ററിൻ്റെ ആവശ്യമില്ല. ഇവിടെ സേവ് ചെയ്യുക. ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കും ഒരു കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ഇവർ ഫണ്ട് തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം. 12/11/24 റെസിപ്റ്റാണ്. ഫണ്ട് വരുന്നത് ഓൺ ഫണ്ടിലേക്കാണ്. തരുന്നത് കസ്തൂർബ കുടുംബശ്രീയാണ്. അവർ തന്നത് 6 ലക്ഷം രൂപയ്ക്ക് 18,000 രൂപയാണ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ചേർത്തടയ്ക്കുന്നത്. അതിൽ 17,400 രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോൺ എന്ന് പറയുന്നത് 600 രൂപയും, അങ്ങനെ 18,000 രൂപ. ഇതൊരു എസ്റ്റിമേറ്റ് എമൗണ്ടാണ്. ശരിക്കും ഈ എമൗണ്ട് നോക്കേണ്ടത് ആരാണോ ബൾക്ക് ലോൺ തരുന്നത് അവരുടെ സൈറ്റിൽ കാണുന്ന തുകയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ സൈറ്റിൽ ഇവരുടെ അക്കൗണ്ട് പ്രകാരം എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അത് ഇൻട്രസ്റ്റ് ആയിട്ടും ബാക്കി തുക പ്രിൻസിപ്പലായിട്ടും കൊടുക്കണം. ഇത് ഞാനൊരു അസ്യൂംഡ് ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രിൻസിപ്പൽ പോർഷനും ഇൻട്രസ്റ്റ് പോർഷനും കൊടുത്ത് സേവ് ചെയ്യുക. അതേ ദിവസം തന്നെ നമുക്ക് ഓൺ ഫണ്ടിലേക്ക് അശ്വതി എന്ന് പറയുന്ന NGയും 4 ലക്ഷം രൂപയ്ക്ക് 11,600 രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് 400 രൂപയും തന്നിട്ടുണ്ട്. മൊത്തം 12,000 രൂപ. ഈ രണ്ട് വരവുകളും നമ്മൾ സേവ് ചെയ്യുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ 13-ാം തീയതി നമ്മൾ ഈ എമൗണ്ടിനെ ബൾക്ക് ലോൺ തന്ന പാർട്ടികൾക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഓൺ ഫണ്ടിലാണ് എന്നാണ് പൈസ പോകുന്നത്. പോകുന്ന ഇനം എന്ന് പറയുന്നത് ബൾക്ക് ലോൺ ഫണ്ടാണ്. ബൾക്ക് ലോൺ ഫണ്ട് നിലവിൽ ബൾക്ക് ലോൺ ഫണ്ടിൻ്റെ ബാലൻസ് 10 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്ന് നമുക്ക് 2 NGകളിൽ നിന്നായിട്ട് കിട്ടിയ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് കസ്തൂർബ എന്ന് പറയുന്ന NG തന്നിട്ടുള്ള 17,400 രൂപയും അശ്വതി എന്ന് പറയുന്ന NG തന്നിട്ടുള്ള 11,600 രൂപയും ചേർത്ത് 29,000 രൂപ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും അവരുടെ ഇൻട്രസ്റ്റ് പോർഷൻ, നമുക്ക് ഇൻട്രസ്റ്റ് പോർഷൻ 1000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു 600 രൂപ ഇത്തരത്തിലുള്ള ബൾക്ക് ലോൺ തരുന്ന ഏജൻസിക്ക് അടയ്ക്കണം. അതും ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോണായിട്ട് 600 രൂപയും നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് അടയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ 29,600 രൂപ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുകയാണ്. ഇതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അക്കൗണ്ട് ഓൺ ഫണ്ടാണ്, കൊടുക്കുന്ന ഇനം പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ടും രണ്ടും കൃത്യമായി വേർതിരിച്ചെടുത്തിട്ട് വേണം കൊടുക്കാൻ. പ്രിൻസിപ്പൽ എമൗണ്ടായിട്ടും ഇൻട്രസ്റ്റ് പോർഷനിൽ നിന്ന് വേണം ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കുന്നത്. നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇൻട്രസ്റ്റ് എമൗണ്ട്. ബൾക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കാം. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ, ഇൻട്രസ്റ്റ് ഓൺ ബൾക്ക് ലോൺ എന്ന് പറയുന്ന ലെഡ്ജർ എന്ന് നോക്കുക. നമുക്ക് കിട്ടിയത് 1000 രൂപ, ചിലവായത് 600 രൂപ, ബാക്കി 400 രൂപ CDSന് സ്വന്തം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ബൾക്ക് ലോൺ ഫണ്ട് 9,71,000 രൂപ, 29,000 രൂപ തിരിച്ചടച്ചതിന് ശേഷം 9,71,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസിനകത്ത് ബൾക്ക് ലോണിൻ്റെ ബാലൻസ് 9,71,000 രൂപ നമുക്ക് 2 NGകളിൽ നിന്നിട്ട് കിട്ടാനുമുണ്ട്. ഇനി വർഷാവസാനം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇന്റേണൽ ഓഡിറ്റിനോ അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റിനോ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരവ് ചിലവ് കണക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ തയ്യാറാക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ NGയും നമുക്ക് തിരിച്ചെത്ര രൂപ അടച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ സാധാരണ കണക്കാക്കുന്ന തിരിച്ചടച്ചിട്ടുള്ള മുഴുവൻ എമൗണ്ടും കണക്കാക്കിയിട്ടാണ് തിരിച്ചടവെന്ന് പറയുന്നത്. ഇതിൽ ഇൻട്രസ്റ്റ് പോർഷൻ എത്രയാണ്, പ്രിൻസിപ്പൽ പോർഷൻ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൃത്യമായി കണക്കെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്സിൽ നിന്നും ബൾക്ക് ലോൺ അഡ്വാൻസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ F12 പ്രസ് ചെയ്യുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്തിട്ട് ഇതറിയാൻ പറ്റും. ഇത് ഓരോ NGകളും അടച്ചിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളത്. പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്, ഇൻട്രസ്റ്റ് പോർഷൻ ഇവിടെ വരത്തില്ല.
ഓരോ എനർജികൾ ഇതിപ്പോൾ നമ്മൾ ഒരു മാസത്തെ റീപേയ്മെൻറ്റ് മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുന്നത്. ഓരോ മാസം കഴിയുമ്പോഴേക്കും ആ ടോട്ടൽ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടച്ചു എന്നുള്ളത് വർഷാവസാനത്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ CF-ൻ്റെ ലോൺസ് ആൻഡ് അഡ്വാൻസ് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെയും പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തിരിഞ്ഞു കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഓരോ ഗ്രൂപ്പും തന്നത് ഓരോ മാസവും ഇവർ തിരിച്ചടയ്ക്കുമ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് നമുക്ക് ബാലൻസിൽ കാണിച്ചു തരും. അതുകൊണ്ട് ഓരോ അയൽക്കൂട്ടവും എത്ര രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ബൾക്ക് ലോണിൻ്റെ എത്ര രൂപ തിരിച്ചടവ് വന്നിട്ടുണ്ട് എന്നുള്ള കണക്കൊക്കെ എടുക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് വരുന്നത് ബൾക്ക് ലോൺ ഫണ്ട് കിട്ടിയതിൽ നിന്ന് പേയ്മെൻറ്റ് വരുന്നത് എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ബൾക്ക് ലോണിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള രേഖകൾ തയ്യാറാക്കി നൽകുന്നതിനും വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൾക്ക് ലോണിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലെഡ്ജർ ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ബൾക്ക് ലോൺ എടുത്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ നെറ്റ് ബാലൻസ് എത്രയാണ് എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. അത് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിൽ ഓട്ടോ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ബൾക്ക് ലോൺ തരുന്ന ഏജൻസികളുടെ സൈറ്റിൽ നിന്നാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അവർ പറയുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറ്റുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അല്ല ഇനി അതും ഇതുമായിട്ട് കൃത്യമായി പോകുന്നുണ്ടെങ്കിൽ ഓട്ടോ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ കഴിയും. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് ജസ്റ്റ് എൻട്രി ഇട്ടിട്ട് പിന്നീട് ആ ബൾക്ക് ലോൺ തരുന്ന ഏജൻസിയുടെ സൈറ്റിൽ നോക്കി എമൗണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം വന്നിട്ട് എൻട്രി കറക്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ ഉചിതമായിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തരത്തിൽ ബൾക്ക് ലോൺ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് വളരെ ഉചിതമായിട്ടിത് എൻട്രി ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.